കൂട്ടുകാരെ നോക്കിയേ, എന്ത് ഭംഗിയായിട്ട് ചെത്തി പൂത്ത് നിൽക്കുന്നതെന്ന്. ഇത് കുറേ നാളുകൾക്ക് മുമ്പേ പൂക്കാൻ തുടങ്ങിയതാണ്, എന്നിട്ടും ഇത്രയും പൂക്കൾ. നമ്മുടെ ചെത്തിയൊക്കെ നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു വളം പറഞ്ഞുതരാം. എല്ലുപൊടിയും കമ്പോസ്റ്റും കൂടെ മാസത്തിൽ ഒരു തവണ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഈ കാണുന്ന പോലെ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ 15 ദിവസം കൂടുമ്പോൾ സ്ലറിയില്ലേ, നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണകമൊക്കെ ഇട്ടുണ്ടാക്കുന്ന സ്ലറി, അത് ഒരു 15 ദിവസം കൂടെ ഒഴിച്ച് കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇതേ രീതിയിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാലേ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കമ്പോസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ചായച്ചണ്ടിയും മുട്ടത്തോടും ഉള്ളിത്തൊലിയും പഴത്തൊലിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന നമ്മൾ തന്നെ തയ്യാറാക്കുന്ന കമ്പോസ്റ്റ് ആണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും. നമ്മുടെ ചെത്തിയിലൊക്കെ മുട്ടലുണ്ടായി കഴിഞ്ഞാൽ പുഴുക്കളുടെ ശല്യം ഉണ്ടാകും. ചിലപ്പോൾ പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഒരു മുട്ട പോലും നമുക്ക് വിരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പെസ്റ്റിന് അറ്റാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ് പുളിച്ച കഞ്ഞിവെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആ മുട്ടകളിലൊക്കെ തളിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചാരവും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുഴു പോലും ഉണ്ടാകത്തില്ല. മുട്ടകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വിരിഞ്ഞ് വരും. നിങ്ങളുടെ ഗാർഡനിൽ ചിലപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ചെത്തിയൊക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ചെത്തി നന്നായിട്ട് പൂക്കാൻ വേണ്ടി ഏതൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പെസ്റ്റിസൈഡാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ചെത്തിയൊക്കെ വളർന്ന കൂട്ടുകാർക്ക് നല്ല രീതിയിൽ വളർത്താൻ അതൊക്കെ സഹായമാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ ചെത്തിപ്പൂക്കൾ ഇഷ്ടമായോ? എന്നാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.